ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ വചനാഭിഷേകത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈശോയെ, ഈ തിരുമണിക്കൂറിൽ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവരായിരിക്കുന്ന ജീവിതാവസ്ഥയുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരട്ടെ. എല്ലാ ദുഃഖങ്ങളും അസ്വസ്ഥതകളും ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും യേശു നാമത്തിൽ വചനശക്തിയിൽ മാറിപ്പോകട്ടെ. ഈശോയെ, ഞങ്ങൾക്കല്ല കർത്താവേ, നിൻ്റെ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ. ആമീൻ. എന്നെ ശ്രവിക്കുന്ന ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാശംസകൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്ന സുന്ദരമായ ഒരു വചനമുണ്ട്. തീർച്ചയായും നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങൾ അതുണ്ടാകേണ്ടത് തന്നെയാണ് എന്ന് കർത്താവ് നമ്മെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം, നീ ദുഃഖിച്ചിരിക്കേണ്ടവനല്ല, അല്ലെങ്കിൽ ദുഃഖത്തിൽ തന്നെ കഴിയേണ്ടവനല്ല, മറിച്ച് ഈ ദുഃഖം സന്തോഷമായി മാറേണ്ടതാണ്. അടുത്ത വചനത്തിൽ നമ്മൾ വായിക്കും, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ദൈവം വീണ്ടും വന്ന് നമ്മളെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനി എപ്പോഴും സന്തോഷിക്കേണ്ട മുഖത്തോടു കൂടിയവനായിരിക്കണം. പണ്ട് മതമർദ്ദനം നടക്കുന്ന കാലത്ത് പന്തത്തിൽ കൊളുത്തി പന്തമായി ആദിമ ക്രൈസ്തവ സമൂഹത്തെ കത്തിക്കുന്ന സമയത്ത് പോലും നീറോ ചക്രവർത്തി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാ പറയുന്നത്, ഞാൻ ഇവരെ ഇത്രമാത്രം പീഡിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഇത്രമാത്രം സന്തോഷം അവരുടെ മുഖത്ത് കാണപ്പെടുന്നത് എന്ന്. എന്നാൽ ഇന്ന് ആധുനിക തലമുറ ദുഃഖത്തിൽ കഴിയാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയായി കണ്ടുവരുന്നു. അല്ലെങ്കിൽ പിശാച് ഇന്ന് നമ്മളെ മനുഷ്യവർഗത്തെ പ്രലോഭിപ്പിക്കുന്ന ഒരു കാര്യം ദുഃഖത്തിൽ തന്നെ കഴിയുക, അല്ലെങ്കിൽ സ്വയാനുകമ്പയിൽ ജീവിക്കുക എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനി സന്തോഷിക്കേണ്ടവനാണ് എന്ന് ഈശോ നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല വ്യക്തികളുടെ ഉദാഹരണങ്ങൾ കൺമുമ്പിലൂടെ കടന്നു പോകുന്നത് ഈ നിമിഷം ഓർത്തു പോവുകയാണ്. ചില സ്ഥലങ്ങളിൽ വിൻസെൻറ്റ് സഭയുടെ ധ്യാനമായ പോപ്പുലർ മിഷൻ ധ്യാനവുമായി കടന്നു ചെല്ലാനായിട്ട് ഇടവന്ന സമയങ്ങളിൽ ചിലർ പറയുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. ചില വ്യക്തികളുടെ അകാരണമായ പെട്ടെന്നുള്ള ഒരു മരണത്തിൻ്റെ കാരണം കൊണ്ട് പള്ളി ഉപേക്ഷിച്ച് ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കില്ല, ദൈവത്തോട് കടന്നു വരില്ല, ദൈവത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കില്ല എന്ന വാശിയുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഈ അടുത്ത് ഒരു അമ്മയെ പരിചയപ്പെടാനിട വന്നത് ഇങ്ങനെയാണ്. മകൻ മരിച്ചു എന്ന കാരണത്താൽ പൂർണ്ണമായി ആ ദുഃഖത്തിൽ എപ്പോഴും കരഞ്ഞിരിക്കുന്ന ഒരമ്മ. തീർച്ചയായും ദുഃഖം ഉണ്ടാകണം, പക്ഷെ അത് സന്തോഷമായി മാറണം. സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സുന്ദരമായ ഒരു കാര്യമുണ്ട്. ദാവീദ് അനുതപിക്കുന്ന സുന്ദരമായ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്: പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ സന്തതിയെ ദൈവം എടുക്കുമെന്നറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മനസ്സു മാറ്റാൻ വേണ്ടി ദാവീദ് കരഞ്ഞ് അനുതപിച്ചു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവൻ്റെ സേവകർ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് കൂടി അവൻ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല എന്ന് വചനം പറയുന്നു. എന്നാൽ തുടർന്ന് ഈ മകൻ മരിച്ചു എന്ന വാർത്ത എങ്ങനെ അവതരിപ്പിക്കുമെന്ന് തൻ്റെ സേവകന്മാർ കുശുകുശുക്കുന്നത് കേട്ട് ഈ ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ മകൻ മരിച്ചു അല്ലേ? എന്നിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവത്തെ ആരാധിക്കാനായി ഇറങ്ങി പുറപ്പെടും ദാവീദ്.
അപ്പോൾ സേവകന്മാർ അത്ഭുതപ്പെട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രഭു, ഇതെങ്ങനെ സംഭവിക്കുന്നു? കാരണം ശിശു മരിച്ചു എന്ന് അറിഞ്ഞ മാത്രയിൽ തന്നെ ദാവീദ് ആ വിലാപ വസ്ത്രങ്ങളൊക്കെ മാറ്റി സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദാവീദിൻ്റെ സുന്ദരമായ ഒരു മറുപടി നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷ ഗ്രന്ഥത്തിൽ. കുഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് കരുണ തോന്നി അവനെ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ കർത്താവ് അവൻ്റെ ജീവൻ എടുത്തു. ഇനി ഞാൻ എന്തിനു കരയണം? ഇനി ഞാൻ എന്തിനു ദുഃഖിക്കണം? ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ദൈവം അത് അനുവദിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് ആ ദുഃഖത്തിൽ ഞാൻ കഴിയില്ല. എനിക്കിനിയും മുന്നോട്ട് പോകേണ്ടവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഇപ്രകാരം കടന്നു പോകുമ്പോൾ ദാവീദിൻ്റെ ഈ ഉദാഹരണം നമ്മൾ ഓർക്കണം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തുടർന്ന് വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ പോലും വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ്റെ പിതാവായ ദാവീദിനെ ഓർത്ത് ദൈവം അവരോട് ക്ഷമിച്ചു, കരുണ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ദാവീദ് നമ്മുടെ മുൻപിൽ തരുന്ന ഒരു ഉദാഹരണം ഇതാണ്. ദുഃഖിച്ചിരിക്കേണ്ടവനല്ല നീ, മറിച്ച് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പുറത്തു വരണം. നമുക്കറിയാം, മനുഷ്യ ശരീരം നമ്മളെ പഠിപ്പിക്കുന്ന സുന്ദരമായൊരു പാഠമുണ്ട്. നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടായാൽ ഈ മുറിവ് ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ചൊറിച്ചിൽ അനുഭവപ്പെടും. അതിൽ ചൊറിയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സുഖമാണ്. എന്നാൽ അത് ചൊറിഞ്ഞുകൊണ്ടിരുന്നാലോ ഒരിക്കലും അത് ഉണങ്ങത്തില്ല. ഡോക്ടർമാർ പറയും അത് പഴുക്കും, സെപ്റ്റിക് ആകും എന്നൊക്കെ ഡോക്ടർമാരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. ഇതുതന്നെയാണ് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത കൂടി. നമ്മുടെ ദുഃഖങ്ങളിൽ തന്നെ നമ്മൾ വ്യാപരിക്കാൻ ശ്രമിക്കുന്ന നിമിഷങ്ങളിലെല്ലാം അതൊരിക്കലും കടന്നു പോവുകയില്ല. ജീവിതം എപ്പോഴും ദുഃഖിച്ചു നിൽക്കും. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജോസഫിൻ്റെ സുന്ദരമായ കഥ നമുക്കറിയാം. ഹൃദയം തകർക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, ജീവന തുല്യം സ്നേഹിച്ച സഹോദരന്മാർ തന്നെ വഞ്ചിച്ച് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു, അടിമയായി വിറ്റു. കഷ്ടപ്പാടിലൂടെ കടന്നുപോയ സമയത്തും ഒരു പ്രത്യാശയുണ്ടായിരുന്നു, എൻ്റെ ദൈവം എന്നെ ഉയർത്തും, ഞാൻ ഈ ദുഃഖത്തിൽ കിടക്കേണ്ടവനല്ല. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തിലേക്ക് നോക്കി മുന്നോട്ട് പോയ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. ഈ ജോസഫ് നൽകുന്ന സുന്ദരമായൊരു മറുപടിയുണ്ട്. തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയിട്ട് ജോസഫ് പറയാ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, നമ്മുടെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നെ നിങ്ങൾക്ക് മുൻപേ പറഞ്ഞു വിട്ട് നമുക്ക് ഇപ്രകാരം ഒരു വഴിയൊരുക്കി നമുക്ക് ഭക്ഷണവും വാസസ്ഥലം ഒരുക്കാൻ വേണ്ടി എൻ്റെ ദൈവം എന്നെ പറഞ്ഞു വിട്ടതാണ് എന്നുള്ള സുന്ദരമായൊരു കാര്യം. സ്നേഹമുള്ളവരെ, നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ടതല്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സുന്ദരമായ ഒരു ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപനായ സാംസന്റെ കഥ. അവൻ തമ്പുരാൻ്റെ മുൻപിൽ പാപം ചെയ്തു. അവൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയി. കണ്ണ് കുത്തി പൊട്ടിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഇവൻ ഏറെ നാളത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം തിരിച്ചു പുറത്തു കൊണ്ടുവന്ന് 2 തൂണിനിടയിൽ കെട്ടി നിർത്തപ്പെടുന്ന സമയത്ത് കഴിഞ്ഞകാല സംഭവങ്ങളോടത്ത് അവൻ ദുഃഖിക്കുന്നു. പക്ഷെ അവനൊരു കാര്യം ചെയ്യുന്നുണ്ട്. സർവശക്തനായ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് 2 കൈയും ഉപയോഗിച്ച് ആഞ്ഞു തള്ളി എന്ന് വചനം പറയുകയാണ്. അതായത് പണ്ട് കാലത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ശക്തി, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം കൊണ്ട്, പ്രിയ ദൈവമകനെ മകളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സൗഭാഗ്യത്തെക്കുറിച്ചായിരിക്കാം നമ്മളിന്ന് ദുഃഖിക്കുന്നത്. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ മേഖലകൾ ഓർത്തെടുത്തിട്ട് നമ്മൾ വീണ്ടും അപ്രകാരം സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് സാംസൺ നമ്മുടെ മുൻപിൽ നിരത്തി വയ്ക്കുക. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, തമ്പുരാനെ കരുണ കാണിക്കണമേ, ഒരിക്കൽ കൂടി എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് അവൻ ശ്രമിച്ചു എന്ന് പറയുക. അവൻ ആഞ്ഞു കുനിഞ്ഞ് ശ്രമിക്കുമ്പോൾ ദൈവം അവൻ ആ പഴയ ശക്തി നൽകുകയാണ്. വചനം ഓർക്കുക, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. എന്നാൽ പിശാച് നമ്മളായിരിക്കുന്ന ദുഃഖത്തിൽ നമ്മളെ ആഴ്ത്തി സ്വയാനുകമ്പ, അയ്യോ നീ ഒരു പാവമാണല്ലോ, അയ്യോ നീയൊരു പാവം മനുഷ്യനായിപ്പോയല്ലോ, ഇപ്രകാരമുള്ള സ്വയ അനുകമ്പയുടെ വേദിയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോയിട്ട് സന്തോഷം എന്ന് പറയുന്ന സത്യം നമ്മളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന ഒരു രംഗം ആധുനിക തലമുറയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന് വീണ്ടും വന്ന് കാണാൻ പറ്റാത്തക്ക രീതിയിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ട് ദുഃഖത്തിലേക്ക് ചുരുങ്ങി കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ് എന്നുള്ളത്. ദുഃഖിച്ച് ഡിപ്രഷനിലേക്ക് പോയി. ഇനി ഒരു വഴിയും ഞാൻ കാണില്ല. കാരണം എന്താ? ദൈവം അവൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് അനുവദിക്കുന്ന സൗഭാഗ്യമാണ്. അല്ലെങ്കിൽ ദൈവം പറഞ്ഞു ഞാൻ വഴിയാണ് എന്ന് ദൈവം പറയുമ്പോൾ ദൈവം ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ ഒരു വഴിയും നമുക്ക് കാണുകയില്ല. ഒന്നിലും സത്യം കണ്ടെത്താനായിട്ട് പറ്റുകയില്ല. ഒന്നിലും ഒരു ജീവൻ കണ്ടെത്താനായിട്ട് പറ്റുകയില്ല.
എന്താണ് പിന്നെ അവസാനമായിട്ടുള്ള ഏക പോംവഴി? സ്വന്തം ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ളൊരു പോംവഴിയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഏലിയ പ്രവാചകന്റെ സുന്ദരമായ രംഗം രാജാക്കന്മാരുടെ പുസ്തകം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബാലിൻ്റെ പ്രവാചകരെ വെല്ലുവിളിച്ചുകൊണ്ട് ബലിയർപ്പിച്ച ഏലിയ പ്രവാചകൻ ഒരു പെണ്ണിനെ പേടിച്ച്, തന്നെ കൊല്ലുമെന്ന് പേടിച്ച് ഓടി രക്ഷപ്പെട്ടിട്ട് മരുഭൂമിയിൽ കിടന്ന് കരയുക, ദൈവമേ എൻ്റെ ജീവൻ എടുക്കണമേ, ഇനി എനിക്ക് വേറെ വഴിയില്ല, നീ എന്നെ കൊന്നോ. അപ്പോൾ ദൈവം അവന് ഭക്ഷിക്കാൻ അപ്പം കൊടുക്കുന്നുണ്ട്. എഴുന്നേറ്റ് നടക്കുന്നു. ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോൾ ദൈവം അവനോട് ചോദിച്ചു, നീ ഇവിടെ എന്ത് ചെയ്യുക ഏലിയ? ഞാൻ നിന്നെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണെന്ന് ഏലിയ പറയുന്ന നിമിഷത്തിൽ പോലും തൊട്ടു പിന്നാലെ വരികൾ ഏലിയ പറയുന്നത് ഇങ്ങനെയാണ്: അവരെല്ലാവരെയും അടിച്ചു കൊന്നു, കർത്താവിനിൽ വിശ്വസിക്കുന്ന എല്ലാവരും മരിച്ചുപോയി, ഇനി ഞാൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ പോലും അവനുള്ള വിഷമം അതായിരുന്നു. പഴയൊരു ദുഃഖത്തിൻ്റെ അംശം അവന് തളം കെട്ടി നിൽക്കുമ്പോൾ ദൈവം അവനോട് പറയുക, നീ എഴുന്നേൽക്കേലിയേ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോ, ഇന്ന ആൾക്കാരെ രാജാക്കന്മാരായിട്ട് നീ അഭിഷേകം ചെയ്, നീ ചുമ്മാ ഇവിടെ വന്നിരിക്കല്ലേ, ഈ ദുഃഖത്തിൽ കുത്തിയിരിക്കല്ലേ, എഴുന്നേറ്റ് മുൻപോട്ട് പോവുക. ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ കാണുന്നു. എന്നിട്ട് ദൈവം ഏലിയയോട് പറയുക, 7000 പേരെ, ബാലിന് മുൻപിൽ മുട്ടുമടക്കാത്ത 7000-ഓളം ആൾക്കാരെ ഞാൻ മാറ്റി നിർത്തും. അതായത് ഓൾറെഡി ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ 7000 പേരുടെ മനസ്സിൽ യഹോവയെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. നമ്മൾ കാണുന്നതല്ല ദൈവ പദ്ധതി. എല്ലാം അവസാനിച്ചു, എനിക്കൊരു ജീവിതമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ പോലും പ്രിയ ദൈവ മകനെ മകളെ, ദൈവം പറയുന്നു, നീ നിൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുക, ഞാൻ വീണ്ടും വന്ന് നിന്നെ കാണാൻ അനുവദിക്കുക, എൻ്റെ മുൻപിലേക്ക് നീ കടന്നു വരിക, നിനക്ക് ഞാൻ പ്രത്യാശ നൽകും. വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. ഫിലിപ്പിയരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പോട്ടെ, ഇനി എനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ, എന്നിലൂടെ ദൈവം മറ്റുള്ളവർക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ മുൻപോട്ട് ഓടും എന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. മുൻപോട്ട് ഓടണം എന്നുള്ള സത്യം പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓർക്കണമേ, യൂദാസ്കറിയോത്ത, പത്രോസ്, 2 കഥാപാത്രങ്ങളാണ്, സുന്ദരമായ കഥാപാത്രങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എത്രയോ വട്ടമാണ് പത്രോസിന് പലപ്പോഴും വിഷമസന്ധികൾ ഉണ്ടായിട്ടുള്ളത്. സാത്താനെ എന്ന് കർത്താവ് മുഖത്ത് നോക്കി വിളിച്ചിട്ട് പോലും പത്രോസ് അത് വിടാൻ തയ്യാറായില്ല. ആ ദുഃഖത്തിൽ അവൻ ഇരുന്നില്ല. എപ്പോഴൊക്കെ വീഴുന്നു അപ്പോഴൊക്കെ വീണ്ടും അത് കർത്താവാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ ചാടിയിറങ്ങുന്ന ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ പത്രോസായിരുന്നു നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ. കർത്താവ് നിയോഗിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, മോനെ നീ ദുഃഖത്തിലിരിക്കല്ലേ, എണീറ്റ് പുറത്തേക്ക് കടക്ക്, നിനക്ക് സമാധാനം കിട്ടും. എന്നാൽ യൂദാസിനെ ഒന്ന് നോക്കിക്കേ, കർത്താവിന് ഒറ്റ കൊടുത്തല്ലോ എന്ന ദുഃഖത്തിലേക്ക് ഒതുങ്ങി 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 ആ ദുഃഖത്തിലുള്ളവൻ്റെ ആക്ഷൻ ശ്രദ്ധിക്കുക. വളരെ സുന്ദരമായൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയാണോ ദൈവത്തെ ഒറ്റ കൊടുത്ത് അവനത് വലിച്ചെറിയുക, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുക, അതൊരു നല്ല നടപടിയായിരുന്നു, നല്ലൊരു തിരിച്ചുവരവായിരുന്നു. പക്ഷേ അത് വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും അവൻ തന്നിലേക്ക് ചുരുങ്ങുകയാണ്. ഞാനിത് ചെയ്തല്ലോ, ഞാൻ ഒറ്റ കൊടുത്തല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാനത് ചെയ്തു 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 എന്ന കുറ്റബോധത്തിലേക്ക് അവൻ മുങ്ങിത്താഴുകയും ജീവൻ ഒടുക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. ദുഃഖിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ ദുഃഖിച്ചിരിക്കുക നമ്മിലൂടെ നടത്തപ്പെടേണ്ട ദൈവിക പദ്ധതിക്ക് നമ്മൾ തന്നെ തടസ്സം നിൽക്കുകയാണ് ചെയ്യുക. എഴുന്നേൽക്കണം, നമ്മൾ മുൻപോട്ട് നടക്കണം. വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഒരുപാട് സ്വപ്നങ്ങൾ വിവാഹത്തെക്കുറിച്ച് കണ്ടിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ഔസേപ്പിതാവ്. എന്നാൽ താൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള അവസ്ഥ നിൽക്കുന്ന സമയത്ത് ആ ഒരു ദുഃഖവും പേറി എങ്ങനെയാണ് അവളെ ദുഃഖിപ്പിക്കാതെ മുന്നോട്ട് പോകേണ്ടത്, അവളെ നാണം കെടുത്താതെ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം, നീ ധൈര്യമായിട്ട് മുൻപോട്ട് പൊക്കോ, ഞാൻ നിന്നെ ഗൈഡ് ചെയ്തോളാം, ഞാൻ നിന്നെ നയിച്ചോളാം. നമ്മൾ കാണുന്നുണ്ട്, ഉണ്ണീശോയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് ഔസേപ്പിതാവിൻ്റെ കരങ്ങളിലൂടെയാണ്. പിന്നീട് ഔസേപ്പിതാവിന് മുൻപിൽ ദൈവം ദർശനം നൽകി അവന് ഓരോ പടിപടിയായി എങ്ങോട്ട് പോകണം, എപ്പോൾ തിരിച്ചു വരണം എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന സുന്ദരമായ രംഗം. മകനെ മകളെ, നിനക്ക് ദുഃഖമുണ്ടോ? നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിന് നിന്നെ കാണാനുള്ള ഒരിടം അനുവദിക്കുക. ദൈവം തീർച്ചയായും കടന്നു വരും, നിൻ്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നോക്കിക്കേ, മർത്ത, മറിയം, ലാസർ മരിച്ചു, കർത്താവ് കടന്നു വരുന്നു.
കർത്താവിനെ തടയുന്നില്ല. അവർ ദൈവത്തിന് മുൻപിൽ സ്വന്തം വഴികൾ തുറന്നു വയ്ക്കുക. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായ നിങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇതൊരു സംഭാഷണമാണ്. ദൈവം അവരോട് സംസാരിക്കുന്നു, അവർ ദൈവത്തോട് സംസാരിക്കുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. അങ്ങനെയെങ്കിൽ അവിടെ നടന്നത് പ്രാർത്ഥനയാണ്. ഫലമോ? എന്തായിരുന്നു അവരുടെ ദുഃഖ കാരണം? അതിൽ നിന്നും ദൈവം അവരെ മോചിപ്പിക്കുന്ന സുന്ദരമായ ഒരു രംഗമാണ് നമ്മൾ കാണുക. സമറിയക്കാരി സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. ഇവൾ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരിക. ദൈവം ഇവളുടെ പൂർവ്വകാല ജീവിതം ഇവളുടെ മുൻപിൽ തുറന്നു വയ്ക്കുക. അവൾ ദൈവവുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് അവിടെ വെച്ച് നിർത്തുക പഴയകാലം തന്നെ ദുഃഖിപ്പിക്കുന്നത്. എത്രയോ പുരുഷന്മാരോട് കൂടെ പോയി, പക്ഷെ ഇപ്പോൾ അവൻ സ്വന്തം ഭർത്താവ് പോലുമല്ല. സംതൃപ്തിയില്ലാത്തൊരവസ്ഥയുടെ രംഗം മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ തുറന്നു വെച്ച് അവൻ അവളോട് സംസാരിച്ചു കഴിയുമ്പോൾ ഫലം ഇതാണ്, അവൾ കുടം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ദൈവവുമായി സംസാരിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിത രീതി തന്നെ മാറുന്ന ഒരു സുന്ദരമായ രംഗം, ഏറ്റവും വലിയ സാക്ഷി ജീവിതമായി അവരുടെ ജീവിതം മാറുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. പ്രിയ മകനെ, മകളെ, നിനക്ക് ദുഃഖമുണ്ടോ? നീ ദുഃഖിച്ചിരിക്കേണ്ടതല്ല. നിനക്കൊരു ജോലി കിട്ടിയില്ലേ? നിൻ്റെ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോയോ? തിരിച്ച് തമ്പുരാനിലേക്ക് വരിക. അവനൊരു പദ്ധതിയുണ്ട്. അവൻ്റെ മുൻപിൽ നിന്നെ തന്നെ അടിയറ വയ്ക്കുക. ദൈവം നിന്നെ തക്ക സമയത്ത്, വചനം പറയുന്നത് ഇതാണ്, കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തക്ക സമയത്ത് അവൻ ഇറങ്ങി വരും, ഉയർത്തിയിരിക്കും. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ ഇറക്കി വയ്ക്കുന്ന മറ്റൊരു സുന്ദരമായ ഉദാഹരണമാണ് പരിശുദ്ധ കന്യകാമറിയം. ജീവിതത്തിൽ എന്തുമാത്രം വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങിയ ആ സാധു സ്ത്രീ സ്വന്തം മകനെ കുരിശിന് ചുവട്ടിൽ പോലും നിശബ്ദയായിട്ട് നിൽക്കപ്പെടുമ്പോൾ എല്ലാ ജീവിതവും അവസാനിച്ചു എന്നുള്ള ദുഃഖപൂർണമായ ഒരു നിമിഷത്തിലാണ് അവളായിരിക്കുക. പ്രിയ അമ്മമാരെ, ഈ പരിശുദ്ധ കന്യകാ മാതാവ് നിങ്ങൾക്കൊരു മാതൃകയാണ്. സ്വന്തം മകൻ മരിച്ചതിനു ശേഷവും ഈ പരിശുദ്ധ മാതാവിൻ്റെ ജീവിത രീതി, പാരമ്പര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് മുന്നോട്ട് നമ്മൾ ഈ മാതാവിനെ ധ്യാനിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മാതാവ് തൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് ശിഷ്യന്മാരെ ഒന്നിപ്പിച്ച് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകമായി പരിശുദ്ധ അമ്മ മാറുകയാണ്. അമ്മ അവരോട് ചേർന്നിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. ദുഃഖത്തിൽ തളം കെട്ടി നിന്നിരുന്നെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം എങ്ങനെയാകുമായിരുന്നു? നമ്മളും ദുഃഖിക്കേണ്ടവരല്ല എന്നോർക്കുക. പുറത്തേക്ക് കടന്നു വരിക. എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം, നിങ്ങൾക്ക് സമാനമായ ഒരു മാതൃക വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ മുൻപിൽ ഇറക്കി വയ്ക്കുന്നുണ്ട്. ദാവീദ് പറയുന്ന സുന്ദരമായ ഒരു കാര്യമുണ്ട്. സങ്കീർത്തനങ്ങൾ 77:10 നമ്മൾ വായിക്കും, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. പ്രിയമുള്ളവരെ, ഇന്നും ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രകടമാകാത്ത ഒരു ദൈവിക ശക്തിയുണ്ട്. കർത്താവ് പറഞ്ഞത് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കണമല്ലോ, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും. ഇനിയും ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖം കൊണ്ട് ഒരു പ്രയോജനവും ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നമ്മൾ പുറത്തേക്ക് കടന്നു വരേണ്ടവരാണ്. അത്യുന്നതൻ്റെ ശക്തി നമ്മൾ പ്രകടമാക്കിയേ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് മരിച്ചതിന് ശേഷം ധൈര്യമില്ലാതിരുന്ന ശിഷ്യന്മാർക്ക് ധൈര്യം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ്. അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയുന്ന ഈ വാക്ക് പിന്നീട് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്നാണ് പറയുന്നത്. ഈശോ പറയുന്നുണ്ട്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലേമിൽ തന്നെ വസിക്കുവിൻ എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നു ഉന്നതം നിന്നുള്ള ശക്തി? അത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു, പരിശുദ്ധാത്മാവായിരുന്നു. ഈ ശക്തി കടന്നു വന്നപ്പോഴാണ് ദുഃഖിച്ചിരുന്ന ശിഷ്യന്മാർക്ക് ധൈര്യം ലഭിച്ചത്. ആരാണോ തങ്ങൾ ദുഃഖിപ്പിച്ചത്, തങ്ങളുടെ കർത്താവിനെ കുരിശിൽ തറച്ചു കൊന്നത്, ആരാണ് തങ്ങളെ ഇനിയും ദുഃഖിപ്പിക്കുമെന്ന് അവർ പേടിച്ചിരുന്നത്, അവരുടെ അടുത്തേക്ക് ധൈര്യപൂർവ്വം കടന്നു എന്ന് വെറും മുക്കുവനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന കർത്താവിനെ ദൈവം ഉയർപ്പിച്ചു.
നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, അത്യുന്നതൻ്റെ ശക്തിയുടെ മുൻപിൽ നിന്നു കൊടുത്താൽ, അവൻ നമ്മിലേക്ക് ആവസിച്ചാൽ, ഇനിയും ദുഃഖിപ്പിക്കുന്ന കാരണങ്ങൾ ഒരുപാടുണ്ടായാലും ധൈര്യപൂർവ്വം നേരിടാൻ, തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കാൻ അതിനുള്ള കെൽപ്പ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. എമ്മൗസിൽ പോയ ശിഷ്യന്മാരെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ. അവർ മ്ലാനവദനരായിരുന്നു, അവരുടെ മുഖം ദുഃഖം കൊണ്ട് മങ്ങിയിരുന്നു. എന്നാൽ അവർ ആ സമയം കർത്താവിനെക്കുറിച്ച്, അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരുന്ന ആ നിമിഷങ്ങളിൽ ദൈവം തൻ്റെ വാഗ്ദാനം പാലിച്ചു. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം. നമ്മുടെ കർത്താവ് മൂന്നാമനായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കടന്നു വരുന്ന സമയത്ത് ദൈവം അവരോട് ചോദിക്കുന്നുണ്ട്. ദൈവം അവരെ വീണ്ടും വന്ന് കാണുന്നു. ദൈവം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഈ തർക്കിക്കുന്നത്, എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നോക്കുക, പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. അവർ തമ്പുരാൻ്റെ മുൻപിൽ നടന്നതെല്ലാം തുറന്നു വയ്ക്കുമ്പോൾ ദൈവം അവരുടെ അടുത്ത് പറയുന്ന സുന്ദരമായ കാര്യമുണ്ട്. ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് പറഞ്ഞ്, ക്രിസ്തു ഇതെല്ലാം സഹിക്കേണ്ടിയിരുന്നതല്ലേ, നിങ്ങൾ എന്തിനാ ഇനിയും ദുഃഖിക്കുന്നതെന്ന് പറഞ്ഞ് അവരുടെ ദുഃഖത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറ്റി ഹൃദയം ജ്വലിച്ചു എന്ന് അവരുടെ നാവിൽ നിന്ന് തന്നെ നമ്മുടെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. പ്രിയമുള്ളവരെ, ദുഃഖത്തിൻ്റെ കാരണം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് ദൈവത്തെ പഴിചാരി വഴി മാറി നിൽക്കുമ്പോൾ ഓർക്കണമേ, വഴിയും സത്യവും ജീവനും, ഈ 3 കാര്യങ്ങൾ നമ്മൾ സ്വയം നമ്മുടെ മുൻപിൽ നിന്നും അടച്ചു കളയുകയാണ്. പിന്നീട് പിശാച് നമ്മുടെ മുൻപിൽ വന്നിട്ട് പറയും, ഇനി നിനക്കൊരു വഴിയില്ല, നീ എന്തിനാ പ്രാർത്ഥിക്കണേ, ആരിലും നീ സത്യം പ്രതീക്ഷിക്കണ്ട, എല്ലാവരും നിൻ്റെ ഉപകാരം ഏറ്റുവാങ്ങി കടന്നു പോകുന്നവരാ, എന്തിനാ ഇനി ജീവിക്കുന്നത്, ഇനി ജീവൻ്റെ ആവശ്യം എന്താ, ജീവിതത്തിൻ്റെ ആവശ്യം എന്താ? കളാത്. ഡിപ്രഷനിലേക്ക് പോകുന്നു. കുറ്റബോധം, സ്വയാനുകമ്പ കുറ്റബോധത്തിലേക്ക് വഴിതെളിക്കുന്നു. പിന്നീട് ഈ കുറ്റബോധം വിങ്ങി 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 സ്വന്തം ജീവനെടുത്ത് കളയുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. പ്രിയ പൈതലേ, നീ കൈവയ്ക്കുന്നത് ദൈവീക ദാനത്തിന് മേലായിരിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ജീവിതം സന്തോഷപൂർണ്ണമാക്കി മാറ്റുക. തമ്പുരാൻ്റെ മുൻപിലേക്ക് എല്ലാം ഇറക്കി വയ്ക്കുക. അച്ഛനെ വ്യക്തമായിട്ടറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. തകർച്ചയുടെ തരിപ്പണ അവസ്ഥയിൽ വന്നു നിന്നപ്പോഴും എൻ്റെ ദൈവം ഞങ്ങളെ രക്ഷിക്കുമച്ച എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പ്രത്യാശിക്കുക, നിനക്ക് ലഭിക്കും. ദുഃഖം സന്തോഷമായി മാറും. അതിന് ദൈവത്തെ വീണ്ടും വന്ന് നിങ്ങളെ കാണാനായിട്ട് അനുവദിക്കണം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സ്നേഹപിതാവായ ദൈവമേ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ടല്ലോ. ദുഃഖിച്ചിരിക്കുന്ന സമയങ്ങളിൽ ആ ദുഃഖം നിന്നോട് ചേർന്ന് നിന്ന് സഹിച്ച്, നിന്നോട് സംസാരിച്ച്, നിന്നോട് പ്രാർത്ഥിച്ച് സന്തോഷമായി മുന്നോട്ട് പോയി സ്വയം മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല, ആ ദേശത്തിന് മുഴുവനും അനുഗ്രഹങ്ങളായി തീർന്ന ഒരുപാട് കഥാപാത്രങ്ങളെ ഞങ്ങൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇന്ന് അവരെല്ലാവരും സ്വർഗത്തിലാണല്ലോ. അവരുടെ മധ്യസ്ഥം തേടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ, മകളെ, നിന്നെ അലട്ടുന്ന ദുഃഖം, പ്രയാസം എന്താണോ അത് ഈ നിമിഷം ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുക. ഈ സമയം ലോകമെങ്ങും നടത്തപ്പെടുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ കത്തോലിക്ക സഭയുടെ മെത്രാൻ സംഘത്തോട്, പരിശുദ്ധ പിതാവിനോട്, വൈദിക ഗണത്തോട്, സന്യാസ സമൂഹത്തോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് ശ്രവിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും യേശുനാമത്തിൽ ദുഃഖം മാറിപ്പോകട്ടെ. അത്യുന്നതൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും കടന്നു വന്ന് നിറയട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖം സന്തോഷമായി മാറുന്ന നല്ലൊരു സുന്ദര ദിനങ്ങൾ എല്ലാവർക്കും യേശുനാമത്തിൽ ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.